നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവാരക്കുണ്ടിൽ നിന്ന് കാണാതായ 14 വയസ്സുകാരിയായ ദലിത് വിദ്യാർത്ഥിനിയെ വാണിയമ്പലം തൊടികപ്പുലം പുള്ളിപ്പാടത്ത് കുറ്റിക്കാട്ടിൽ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. കരുവാരക്കുണ്ടിലെ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഇതേ സ്കൂളിൽ +2 വിദ്യാർത്ഥിയായ 16 വയസ്സുകാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. റെയിൽവേ പുറമ്പോക്കിലെ കുറ്റിക്കാട്ടിൽ പെൺകുട്ടിയുടെ തന്നെ വസ്ത്രം ഉപയോഗിച്ച് കൈകൾ മുന്നിലേക്ക് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതായി പിടിയിലായ വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകി. പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ അടങ്ങിയ സ്കൂൾ ബാഗ്, ചെരുപ്പ് എന്നിവ ഈ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. വ്യാഴാഴ്ച രാവിലെ അനുജത്തിക്കൊപ്പം സ്കൂളിലേക്ക് പുറപ്പെട്ട പെൺകുട്ടി സ്കൂൾ ഗേറ്റ് വരെ ചെന്നു, പക്ഷേ ക്ലാസ്സിലെത്തിയില്ല. വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് മാതാവ് പോലീസിൽ വിവരം അറിയിച്ചു. വിദ്യാലയത്തിലെ +2 വിദ്യാർത്ഥിയുമായി അടുപ്പമുണ്ടായിരുന്ന കാര്യവും ബന്ധുക്കൾ അറിയിച്ചു. തുടർന്ന് പെൺകുട്ടിയുടെ ഫോട്ടോ പ്രചരിപ്പിച്ച് കണ്ടെത്താനുള്ള ശ്രമം നടത്തി. ഇതിനിടെ വൈകിട്ട് 6-ന് പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ച് ഉടൻ എത്താമെന്ന് പറഞ്ഞു, പക്ഷേ എത്തിയില്ല. പിന്നീട് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിദ്യാർത്ഥിനിയും 16 വയസ്സുകാരനും തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എത്തി എന്നത് കണ്ടെത്തി. ഈ ഭാഗത്ത് തിരച്ചിൽ ശക്തമാക്കുകയും ചെയ്തു. അതിനിടെ നാട്ടുകാരും ബന്ധുക്കളും വിദ്യാർത്ഥിയെ കണ്ടെത്തുകയും ചെയ്തു. ചോദിച്ചപ്പോൾ പെൺകുട്ടിയുമായി വൈകിട്ട് പിരിഞ്ഞു, പിന്നീട് കണ്ടിട്ടില്ല, അത്തരത്തിൽ ഒരു ഒഴിഞ്ഞുമാറൽ മറുപടിയായിരുന്നു നൽകിയത്. പിന്നാലെ രാവിലെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലാണ് കൊലപാതകത്തെക്കുറിച്ചുള്ള സൂചനയിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാൻ സാധിച്ചത്. തുടർന്ന് തിരച്ചിൽ നടത്തുന്നു. മണിക്കൂറുകളോളം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ തൊടികപ്പുലത്ത് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായി പറഞ്ഞ് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്രയും പ്രായം എന്താണ് എന്നറിയാവുന്നതേ ഉള്ളൂ. ഈ ഒരു പ്രായത്തിൽ തന്നെ കൊലപാതകിയാകുന്നു, അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായി പറഞ്ഞ് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം വരെ പ്രതി നടത്തി. മൃതദേഹം കണ്ട സ്ഥലത്ത് പോലീസ് നായയും ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടെ പരിശോധന നടത്തി. തൃശൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തിയിരുന്നു. രാത്രി വൈകിയും പരിശോധനകൾ നടത്തി. കൊലപാതകത്തിന് മറ്റാരുടെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത കിട്ടേണ്ടതായിട്ടുണ്ട്. നിലമ്പൂർ DYSPയുടെ വണ്ടൂർ, കാളിക്കാവ്, കരുവാരക്കുണ്ട് CIമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നിരീക്ഷണത്തിലുള്ള വിദ്യാർത്ഥിയെ കൂടുതൽ തെളിവെടുത്ത ശേഷം ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കും. എന്തായാലും ദലിത് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയതിൻ്റെ ഞെട്ടിലാണ് വാണിയമ്പലം തൊടികപ്പുലം പുള്ളിപ്പടം ഗ്രാമം. പിന്നിൽ സുഹൃത്തായ വിദ്യാർത്ഥിയാണെന്ന് കൂടി അറിഞ്ഞതോടെ നടന്നതൊന്നും വിശ്വസിക്കാനാകുന്നില്ല. അത്തരത്തിൽ വല്ലാത്തൊരവസ്ഥയിലാണ് ഉറ്റവർ, ഉടയവർ, ആ പെൺകുട്ടി അറിയാവുന്നവർ, നാട്ടുകാർ, വീട്ടുകാർ ഒക്കെയായി. കുട്ടി വൈകിട്ട് തിരിച്ച് വീട്ടിലെത്താത്തതിനെ തുടർന്ന് മാതാവ് സ്കൂളിൽ അന്വേഷിച്ചപ്പോഴാണ് ക്ലാസ്സിൽ ചെല്ലാത്ത കാര്യം അറിഞ്ഞത്. ഉടനെ പോലീസിനെ അറിയിച്ചു. മുൻപ് ശല്യം ചെയ്തിരുന്ന +2 വിദ്യാർത്ഥിയെക്കുറിച്ച് സൂചന നൽകി. തുടർന്ന് തന്നെ അന്വേഷണമാണ് വളരെ ക്രൂരമായ ഒരു കൊലപാതകം നടന്നു എന്ന ഒരു നടക്കുന്ന വിവരത്തിലേക്ക് നയിച്ചത്. ഇതിനിടയിൽ പെൺകുട്ടി അവസാനമായി വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത് ഞാൻ ഉടൻ വീട്ടിലെത്താം എന്നാണ് ബന്ധുക്കളോട് പറഞ്ഞത്. ആ വാക്ക് വിശ്വസിച്ച് കാത്തിരുന്നവരെയാണ് ദുരന്ത വാർത്ത തേടിയെത്തിയത്. വീട്ടിലേക്ക് വന്ന ഫോൺ കോൾ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പോലീസിനെ തൊടികപ്പുലത്തെത്തിച്ചത്. പ്രദേശത്ത് ഒരു വീട്ടിൽ വെള്ളം ചോദിച്ച് +2 വിദ്യാർത്ഥി എത്തിയ പിന്നാലെയാണ് പോലീസും എത്തി കരുതൽ നിരീക്ഷണത്തിന് കസ്റ്റഡിയിലെടുത്തത്. മാത്രമല്ല, ഈ വിജനമായ സ്ഥലത്ത്, റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ഒരു വിജന സ്ഥലത്താണ് അവരെങ്ങനെ എത്തി എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. തൊടികപ്പുലത്ത് ട്രെയിനിൽ വന്നിറങ്ങി പാളത്തിലൂടെ നടന്നെത്തിയതെന്നാണ് കരുതുന്നത്. പെൺകുട്ടിയെ അപായപ്പെടുത്തിയതിന് പിന്നിലെ കാരണം കണ്ടെത്താനും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്തു എന്ന് വീട്ടിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ കൊലപാതകം ചെയ്തു എന്ന വിവരമാണെങ്കിലും കൂടുതൽ വ്യക്തതയൊക്കെ കാര്യത്തിൽ വരേണ്ടതായിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. പ്രദേശത്തെ റെയിൽവേ പുറമ്പോക്ക് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി പലതവണ പരാതികൾ ഉയർന്നതാണ്. കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥിക്ക് ഇത്തരം സംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം നടക്കും. കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയതാണെന്നതടക്കമുള്ള സംശയങ്ങളിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പെൺകുട്ടി ട്രെയിൻ തട്ടി മരിച്ചെന്നായിരുന്നു ആൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഉയർന്ന മേഖലയിൽ നിന്നായത് പോലീസ് സംശയമുണ്ടാക്കിയിരുന്നു. മാത്രമല്ല, ശരീരത്തിൽ മുഴുവൻ മുറിവേറ്റ പാടുകളും കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലുമായിരുന്നു. കുട്ടിയുടെ സ്കൂൾ ബാഗ് മൃതദേഹത്തിനടുത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. അതേസമയം കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകുമെന്നാണ് മരിച്ച പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത് ചെയ്യാനാവില്ല എന്നും ബന്ധുക്കൾ പറയുന്നു. വിജനമായ ഇടത്തേക്ക് സ്ഥലപരിചയമുള്ള ആളുകളുടെ സഹായമില്ലാതെ എത്താനാവില്ലെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു.
16-കാരൻ നേരത്തെയും പെൺകുട്ടിയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേഷനിൽ വെച്ചാണ് പെൺകുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയത്. പെൺകുട്ടിയുമായുള്ള ബന്ധം എതിർത്തതിനാണ് ഭീഷണിപ്പെടുത്തിയത്. പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം നടവഴിയുള്ള സ്ഥലമല്ലെന്നും വിജന വഴിയാണെന്നും നാട്ടുകാരും പറഞ്ഞു. ജനസമ്പർക്കമില്ലാത്ത സ്ഥലമാണിതെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.